സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് മാർവലിന്റെ ഭാഗത്തായിട്ട് ഡൂംസ്ഡേ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലും വെറൈറ്റി പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. പടത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യുന്ന ആക്ടേഴ്സിന്റെ പേര് എഴുതി ഒട്ടിച്ച കസേരയുടെ പുറകുവശം കാണിച്ചുകൊണ്ടുള്ള ഒരു വെറൈറ്റി അപ്രോച്ച്. സോ മാർവൽ ഈ കസേരകളെ അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇപ്പം തലവൻ വിക്ടർ വോൺ ഡൂമിന്റെ കസേര തന്നെ കാണിച്ചുകൊണ്ട് ആ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി മാർവൽ അങ്ങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടും പിന്നെ പടത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള ലീക്കുകളിലൂടെയുള്ള ചിന്ന അപ്ഡേറ്റ്സും പരിപാടികളൊക്കെ തന്നെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, എന്തായാലും അപ്പോൾ ഈ കസേരയിൽ നിന്ന് അങ്ങ് തുടങ്ങി കളയാൻ കസേരയിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, വിക്ടർ വോൺ ഡൂം. സോ ആ ഒരു പേര് ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു വലിയ റൂമറിനും ഊഹാപോഹങ്ങൾക്കും എന്തായാലും അവസാനമായിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഡൂംസ്ഡേ പടത്തിൽ ഡോക്ടർ ഡൂം നമ്മുടെ അയൺമാൻ്റെ ഒരു ഈവിൾ വേരിയന്റ് ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് ഒരു റൂമറും പരിപാടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെല്ലാം ഇനി അങ്ങ് മറന്നു കളഞ്ഞേക്കാം. ഇതിൽ വിക്ടർ വോൺ ഡൂം തന്നെയാണ് ഡോക്ടർ ഡൂമായിട്ട് മാറുന്നത്. ഇങ്ങനെ ഒരു ശക്തമായ റൂമർ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി സാഗയിൽ നമ്മുടെ അയൺമാൻ്റെ ഡെത്തും ഇവിടെ ഇങ്ങ് ഡോക്ടർ ഡൂമിന്റെ ആ ഒരു ഒറിജിൻ സ്റ്റോറിയും തമ്മിൽ എവിടെയോ ഒരു ലിങ്ക് ഉണ്ടെന്നുള്ള രീതിക്ക് ഒരു തിയറി വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു തിയറിയിൽ നിന്നുമാണ് നമ്മുടെ അയൺമാൻ്റെ ഒരു ഈവിൾ വേരിയന്റ് ആയിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം വരാൻ പോകുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു സംസാരം പരിപാടികളൊക്കെ വന്നത്. എന്നാൽ ഈ ഒരു ചെയർ അനൗൺസ്മെന്റിൽ നല്ല പച്ചയ്ക്ക് തന്നെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട് വിക്ടർ വോൺ ഡൂം ആണ് ഡോക്ടർ ഡൂമായിട്ട് മാറുന്നത്. അപ്പോൾ അതിലാർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. എന്നാൽ നമ്മുടെ ഇൻഫിനിറ്റി സാഗയിലെ അയൺമാൻ്റെ ഡെത്തും ഇങ്ങ് മൾട്ടിവേഴ്സ് സാഗയിലെ ഡോക്ടർ ഡൂമിന്റെ ഒറിജിനും തമ്മിൽ എന്തായാലും ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഏകദേശം കൺഫേം തന്നെയാണ്. ആ കണക്ഷൻ ഏതൊക്കെ ഒരു രീതിയിലാണ് വരാൻ പോകുന്നുള്ളത് എന്തായാലും പടം കണ്ട് തന്നെ അറിയാം. അവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ പടത്തിന്റെ ഭാഗമായിട്ട് ഒരു ഒഫീഷ്യൽ ഫൂട്ടേജ് തന്നെ ലീക്ക് ആയിട്ടുണ്ട്. എൻ്റെ ആ ഒരു ഫൂട്ടേജ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ മാർവൽ അടിച്ച് അണ്ണാക്കി തരും കോപ്പിറൈറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൂട്ടേജ് കാണിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ അതിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ ഭയങ്കര ധൃതിയിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആൾ ഒരു കോട്ടും ഷൂട്ടൊക്കെയാണ് തിരിച്ചിരുന്നത്, കയ്യിലൊരു പെട്ടിയുണ്ട്. ആൾ ആ അപ്പാർട്ട്മെന്റിലോട്ട് കയറി പോകുന്ന രീതിയും പുള്ളിയുടെ ആ ആക്ടിംഗ് സ്റ്റൈലിലെ പരിപാടികളും പിന്നെ മുഖം ചെറുതായിട്ടൊരു സൈഡിൽ കൂടെ കാണുന്നുണ്ട്. കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ പോലും ആ ഒരു ആട്രിബ്യൂട്ട്സും പരിപാടികളൊക്കെ നോക്കുമ്പോൾ അത് RDJ ആണെന്ന് തോന്നുന്നുണ്ട്. സോ ആ ഒരു ഫൂട്ടേജ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് RDJ ആയിട്ട് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. സോ അത് RDJ ആണെങ്കിൽ അങ്ങനെ അപ്പാർട്ട്മെന്റിലോട്ട് കയറി പോകുന്ന ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന രീതിക്ക് ആലോചിക്കുമ്പോൾ ഇത് വിക്ടർ വോൺ ഡൂമിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി പറയുന്ന ഒരു സീക്വൻസ് ആണ് എന്നുള്ളൊരു രീതിക്കുള്ള ഒരു ടോക്സും പരിപാടികളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. കാരണം വിക്ടർ വോൺ ഡൂമും നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ റീഡ് റിച്ചാർഡ്സും ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സീക്വൻസ് ആയിരിക്കാം ഇത്. മാത്രമല്ല ഡൂംസ്ഡേയുടെ ആ ഒരു കാസ്റ്റ് അനൗൺസ്മെന്റ് വീഡിയോന്റെ അവസാനം നമ്മുടെ RDJ കാണിക്കുമ്പോൾ പുള്ളി ഇട്ടിരിക്കുന്ന ഒരു ഷൂട്ട് തന്നെയാണ് ഏകദേശം ഈ ഒരു സീക്വൻസിൽ ആ ഒരു ക്യാരക്ടർ ഇട്ടിരിക്കുന്ന ഷൂട്ടുമായിട്ട് നല്ല മാച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ കൂട്ടി വയ്ക്കുമ്പോൾ RDJ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ RDJ ആണെങ്കിൽ തന്നെ ആ ഒരു സീക്വൻസ് മിക്കവാറും നമ്മുടെ ഡോക്ടർ ഡൂമിന്റെ ഒരു പാസ്റ്റ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആയിട്ടായിരിക്കും പടത്തിൽ വരാൻ പോകുന്നത്. ഇത് കൂടാതെ ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് കുറേ സെറ്റ് പിക്സും ലീക്ക് ആയിട്ടുണ്ടാവും. അതിൽ കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എക്സ്മാൻഷൻ ആകെ തകർന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റ് പിക്ക് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. എക്സ്മാൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ്മാൻ ടീമിന്റെ ഒരു പ്രാക്ടീസിനും മറ്റു കലാപരിപാടികൾക്കുള്ള ഒരു ആസ്ഥാന സ്ഥലമാണ് ഈ എക്സ്മാൻഷൻ. സോ ആ ഒരു സ്ഥലം മൊത്തത്തിൽ ആട്ടപ്പടല ഊഞ്ഞാലടി ആരോ നശിപ്പിച്ച് വെച്ചേക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റ് പിക്ക് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിക്ടർ വോൺ ഡൂമിന്റെ പേരെഴുതിയ കസേര കാണിക്കലും സൈഡിലായിട്ട് ദ ഡേ 1 എന്നുള്ളൊരു ടാഗ് ലൈനും കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മാർവൽ. അതുമാത്രമല്ല ആ ഒരു എക്സ്മാൻഷനിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും ഈ ഒരാഴ്ച മൊത്തം പടത്തിന്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. സോ അതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ മേ ബി ആ ഒരു എക്സ്മാൻഷൻ നശിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം ആയിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരാഴ്ചത്തെ ഷൂട്ടിൽ എന്തായാലും ഡോക്ടർ ഡൂമിനും ഇൻവോൾവ് ആവേണ്ട ആവശ്യമുണ്ട്. സോ ഈ കണക്കിന് സെറ്റ് പീക്കും പരിപാടികളൊക്കെ ലീക്ക് ആവുന്ന സ്ഥിതിക്ക് മിക്കവാറും ഡോക്ടർ ഡൂമിന്റെ ഒരു ലീക്കും കൂടെ അധികം വൈകാതെ ചിലപ്പോൾ കാണേണ്ടി വരും. ആൻഡ് RDJ അടുത്തൊരു 3 മാസത്തേക്ക് ഫുൾ ഫോക്കസ് ഇനി ഡൂംസ്ഡേയിലായിരിക്കുമെന്നും വേറെ ഒരു പരിപാടിക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി മൊത്തത്തിൽ ഡൂംസ്ഡേക്ക് വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കുവാണ്. വേറെ ക്യാരക്ടേഴ്സ് എല്ലാം വന്നും പോയി വരിക്കും. നല്ലൊരു കാര്യം, എന്തായാലും അതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ഡൂംസ്ഡേയുടെ ഒരു ഹൈപ്പ് ഒരു സൈഡിലുണ്ടെങ്കിലും അതിന്റെ അതേ ഒരു ബാലൻസിൽ മറ്റൊരു സൈഡിൽ ഹൈപ്പ് നിൽക്കുന്നത് ഈ ഒരു RDJ ഡോക്ടർ ഡൂമായിട്ട് വരുന്നത് എങ്ങനെയെന്ന് കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. സോ ആ ഒരു കാത്തിരിപ്പിന് ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇമാതിരി ഫുൾ ഫോക്കസിലുള്ള ഒരു ഇറക്കം ആവശ്യമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഡൂംസ്ഡേയിൽ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കോമിക്സ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ടൈംസ് റൺ ഔട്ട്, ചിൽഡ്രൻസ് ക്രൂസൈഡ്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സീക്രട്ട് വാർസിന്റെ ഒരു പ്രീലൂഡ്, ഇതൊക്കെയാണ് ഇപ്പോൾ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ട് വരാനായിട്ട് പോകുന്ന കോമിക്സ്. സീക്രട്ട് വാർസ് എത്രമാത്രം വലിയൊരു കോമിക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതിന്റെ ഒരു പ്രീലൂഡാണ് ഇപ്പോൾ ഈ ഒരു പടത്തിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ഒരു സ്റ്റോറി ലൈനും പരിപാടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എർത്ത് 616ഉം അതുപോലെ തന്നെ അൾട്ടിമേറ്റ് യൂണിവേഴ്സും കൂടെ ഇൻകേഷൻ ഇവന്റ് സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും നോക്കാം എത്രമാത്രം കണ്ടന്റാണ് ആ ഒരു കോമിക്സിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതെന്തായാലും കണ്ട് തന്നെ അറിയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു അൾട്ടിമേറ്റ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എർത്ത് 1610 യൂണിവേഴ്സ് ആണ്. ഈ ഒരു യൂണിവേഴ്സിലാണ് നമ്മുടെ മൈൽസ് മൊറാൽസ് ഒക്കെ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മൈൽസ് മൊറാൽസ് വീണ്ടും ഡൂംസ്ഡേയിൽ വരുമോ എന്നുള്ളൊരു ചോദ്യം വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. ആ കാര്യം എന്തായാലും പോകെ അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ള മറ്റൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൽ ഒരുപാട് വൺ ഷോട്ട് ഹീറോസ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. എന്താണ് ഈ വൺ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ വൺ ഷോട്ട്, അതായത് ഈ ഒരൊറ്റ പടത്തിലും ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ പടത്തിൽ തന്നെ അവരുടെ ക്യാരക്ടറിനെ നൈസായിട്ട്
അങ്ങ് അവസാനിപ്പിച്ച് കളയും. ഇപ്പോൾ തന്നെ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ക്രിസ് ഇവാൻസിൻ്റെ ആ ജോണി സ്റ്റോം എന്നുള്ള ക്യാരക്ടർ, പിന്നെ നൈസ് പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇനി ആ ഒരു പടത്തിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കൂ, വേറൊരു പ്രൊജക്റ്റിലും കാണാനായിട്ട് പറ്റില്ല. സോ ആ ഒരു മോഡിൽ ഒരുപാട് സൂപ്പർ ഹീറോസ്, അതായത് ഈ ഒരു ഡൂംസ്ഡേ പടത്തിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. അതിന് ബാക്കിയുള്ള ഫ്യൂച്ചർ പ്രൊജക്ട്സിലൊന്നും അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള കുറച്ച് ഹീറോസിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കർ, അതായത് നമ്മുടെ റീഡ് റിച്ചാർഡ്സിന്റെ ഒരു ഈവിൾ വേരിയന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, പിന്നെ മൈസ്ട്രോ ഹൾക്ക്, പിന്നെ ക്യാപ്റ്റൻ ഹൈഡ്ര. ഡോണ്ട് യു സീ ദ ഐറണി? ഇവന്മാരെല്ലാം നമ്മുടെ സൂപ്പർ ഹീറോസിന്റെ ഒരു ഈവിൾ വേർഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. സോ പല യൂണിവേഴ്സിൽ നിന്നായിട്ട് നമ്മുടെ ഡോക്ടർ ഡൂം സൂപ്പർ ഹീറോസിന്റെ തന്നെ ഈവിൾ വേർഷൻസിനെ കളക്ട് ചെയ്ത് അവരെ വെച്ച് ഒരു ആർമി ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓൾറെഡി അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ പടത്തിൽ കാണാൻ പറ്റുമെന്നുള്ള രീതിക്ക് റൂമർ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് കൺഫേമും ആണ്. സോ അങ്ങനെയാകണമെങ്കിൽ ഈ ഒരു ഡാർക്ക് അവഞ്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു അവഞ്ചേഴ്സിന്റെ ഒരു ഈവിൾ വേർഷൻസും ആയിട്ടായിരിക്കാം ചിലപ്പോൾ എക്സ്മാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കൂടാതെ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡറിന്റെ അടുത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൽ ഒരു ഹൾക്കിന്റെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരിക്കുമെന്നാണ്. ഓൾറെഡി സീക്രട്ട് വാർസിന്റെ കോൺസെപ്റ്റ് ആയിട്ട് ലീക്ക് ആയ സമയത്ത് ഹൾക്കുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. മേ ബി അതിന്റെ ഒരു തുടക്കമായിരിക്കാം ഇവിടെ ഈ ഒരു ഹൾക്ക് ഗ്രൂപ്പിലൂടെ ഡൂംസ്ഡേയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കാരണം ഈ ഒരു ചെയർ അനൗൺസ്മെന്റ് വീഡിയോ നമ്മൾ എടുത്ത് നോക്കിയാലും അതിൽ ഹൾക്കിന്റെ പേര്, ഐ മീൻ മാർക്ക് റഫലോയുടെ പേര് ഒഴിവാക്കിയെന്ന് മാത്രമല്ല ഹൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ ക്യാരക്ടറിനെ പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷീ ഹൾക്ക്, റെഡ് ഹൾക്ക്, പിന്നെ ഷീ ഹൾക്കി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഹൾക്കിന്റെ മോൻ. സോ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒഴിവാക്കുമ്പോൾ തന്നെ അതിലെന്തോ ഒരു സംതിങ് ഫിഷ് എന്ന രീതിക്ക് തോന്നുന്നുണ്ട്. സോ ഹൾക്കിനെ വെച്ച് എന്തായാലും മാർവൽ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ മാർവലിൽ ഹൾക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. അത് കൂടുതൽ പരിതാപകരമായ ഒരു അവസ്ഥയിലോട്ട് പോകാതിരുന്നാൽ മാത്രം മതി. ഹൾക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴോർത്ത് നമ്മുടെ ചാനലിൽ തന്നെ വേൾഡ് വാർ ഹൾക്കിന്റെ കോമിക്സ് നൈസായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് കയറി കണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പരിപാടികളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്തായാലും ഇറ്റ്സ് ഡേ 1 എന്ന് പറഞ്ഞിട്ട് ഡൂംസ്ഡേയുടെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ലീക്ക് അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും അറിയാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ എന്തായാലും പറയാൻ ഇത്രയേ ഉള്ളൂ. പടത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും ഡോക്ടർ ഡൂമായിട്ടുള്ള RDJയുടെ ഒരു പരകായ പ്രവേശനത്തിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.